അനുഭവങ്ങളുടെ പ്രതിഫലനമാണ് സ്വപ്നം. എന്നാൽ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കുടിയാൻമല പൊട്ടൻപ്ലാവ് സ്വദേശിയായ എം തോമസ് എന്ന ഈ മനുഷ്യൻ. ടാപ്പിംഗ് തൊഴിലാളിയായി കർണാടകത്തിലെത്തിയ ഒരു മലയാളി അനുഭവങ്ങൾ സ്വരുക്കൂട്ടിയെടുത്ത കഥയിലൂടെ പിറന്നു. കന്നഡയിൽ ഒരു സിനിമ. കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും പ്രധാന കഥാപാത്രവും എല്ലാം തോമസ് തന്നെ. ഫെബ്രുവരി 17-ന് ചിത്രം റിലീസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതകഥയാണ് കുടിയാൻമല പൊട്ടൻപ്ലാവുകാരൻ എം തോമസിൻ്റേത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും കണ്ണൂർ ജില്ലയുടെ മലയോരത്തെ നടുവിൽ പഞ്ചായത്തിലെ പുൽക്കുരുമ്പയിലും പിന്നീട് അവിടെ നിന്നും പൊട്ടൻപ്ലാവിലും എത്തിയതാണ് തോമസിന്റെ കുടുംബം. പട്ടിണി നിറഞ്ഞ ബാല്യകാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം പോലും തോമസിനും സഹോദരങ്ങൾക്കും പ്രയാസകരമായിരുന്നു. എങ്കിലും തോമസ് നന്നായി ചിത്രങ്ങൾ വരയ്ക്കും. അത്യാവശ്യം കവിതകളും കഥകളും എഴുതും. എഴുതിയതും വരച്ചതും കൂട്ടുകാരെ കാണിക്കും. എന്നാൽ കലയും സാഹിത്യവും സിനിമയും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല തോമസിൻ്റേത്. 1.5 ദശകം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയായി മംഗലാപുരത്തെത്തി. അങ്ങനെ തോമസ് ഒരു കന്നഡക്കാരനായി. ടാപ്പിങ്ങിനൊപ്പം സ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായാണ് തോമസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ചിത്രം വരെ പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ തോമസ് മാഷിനെ കന്നഡ പഠിപ്പിച്ചു. ഒടുവിൽ കന്നഡയിൽ ഒരു സിനിമ നിർമ്മിച്ചു. കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും പ്രധാന കഥാപാത്രവും തോമസ് തന്നെ. നായകനാകാൻ മോഹിച്ച് നായകനായതല്ല, മറ്റൊരാളെ നായകനാക്കി അവർക്കനുസരിച്ച് ഷെഡ്യൂൾ മാറ്റാനുള്ള സാഹചര്യം ಇಲ್ಲತದುകൊണ്ട് മാത്രം തോമസ് തന്നെ ನಾಯಕನಾയി. ಇಲ್ಲಿ ಕೇರಳದವರಾಗಿರ್ತೀವಿ. ಅಂದರೆ ಈಗ ಕೇರಳ ಕಣ್ಣೂರು ಪೊಟ್ಟಂಬಳ ಎಂಬ ಊರಿಂದ ನಾನು ಸಿನಿಮಾ ಮಾಡಿರೋ ವಿಷಯ ನಿಮಗೆ ಹೆಚ್ಚು ಜನಕ್ಕೆ ಗೊತ್ತಿರುತ್ತದೆ. ಹಾಗೆಂದು ಕೇರಳದಲ್ಲಿ ನಮಗೆ ಬೇಕಷ್ಟು ಜನ ಇದ್ದಾರೆ. ಅವರಿಗೆ ಪರವಾಗಿ ಅವ್ರ ಕರೆಯೋದಕ್ಕೆ ನಾನು ಕೇರಳಕ್ಕೆ ಬಂದಿದ್ದೆ ಈಗ. ಅಂದರೆ ನನ್ನ ಕನ್ನಡದವರು ನನಗೆ ಹೇಗೆ ಸಪೋರ್ಟ್ ಕೊಟ್ಟಿದ್ದಾರೆ, ನನ್ನ ಸಿನಿಮಾಗೆ ಪರವಾಗಿ ಎಷ್ಟು ಸಹಾಯ ಮಾಡಿದ್ದಾರೆ ಅಂತ ನಮ್ಮ ಊರಲ್ಲಿ ಕೇರಳದವರಿಗೆ ಒಂದು ತಿಳಿಸುವಂಥ ಒಂದು ಆಸೆ ನನಗಿದೆ. ಅದು ಕಾರಣ ಈಗ ಬಂದಿದ್ದೀನಿ. ಈಗ ಕೇರಳದವರಿಗೋಸ್ಕರ ನಾನು ಮಲಯಾಳದಲ್ಲಿ ಮಾತನಾಡ್ತಿರ್ತೀನಿ. ಸೊ ನಮ್ಮ ಸಿನಿಮಾ ಮಗಳು ಎಂಬೆ ನೀವೆಲ್ಲ ನೋಡಿರ್ಬೋದು. ಆ ಸಿನಿಮಾ ಈಗ ನೆಕ್ಸ್ಟ್ ಫೆಬ್ರವರಿ 17ಕ್ಕೆ ರಿಲೀಸ್ ಆಗಲಿಕ್ಕಿದೆ. ಅದು ಟ್ಯಾಕಿಸ್ ರಿಲೀಸ್. ಎಲ್ಲರೂ ಬಂದು ನೋಡಬೇಕು. ಅದು ನಮ್ಮ ಕೇರಳದ ನಮ್ಮ ಜನರಿಗೂ ಅದೊಂದು ಮಲಯಾಳಂ ಭಾಷೆಗೊಂದು ಆಗಬೇಕು ಅಂತ ನನ್ನ ಆಸೆ ಇದೆ. ಅದು ಕೂಡ ಸಂಬಂಧಪಟ್ಟು ಬಂದಿರ್ತೀನಿ. ಹೇಗಿದ್ದರೂ ನಿಮ್ಮಲ್ಲಿ ಆಶೀರ್ವಾದ ನನಗೆ ಬೇಕು, ನಿಮ್ಮ ಹೆಲ್ಪ್ ಬೇಕು. സിനിമ ಬಂದು ഫാമിലി സമയം നോടಬೇಕು. ഇന്ന് ಸ್ವಲ್ಪ മലയാളത്തിൽ മാറ്റാಡ್ತೀನಿ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് എം. ഞാൻ കർണാടകയിലാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് കണ്ണൂർ ജില്ലയിലെ പൊട്ടമ്പളയിലായിരുന്നു ഞാൻ താമസം. അപ്പോൾ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിലെ നിന്ന് കർണാടകയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ റബ്ബർ ടാപ്പിങ്ങിന് പോയതാണ് ഞാൻ. അപ്പം അങ്ങനെ പോയപ്പോൾ ഇവിടെ ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് സിനിമയും കഥയും കവിതയൊക്കെ വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ജന്മനാ കിട്ടിയ കഴിവുകളാണ്, അതായത് ഗോഡ് ഗിഫ്റ്റ്. അപ്പം ചിത്രം വര, ഇതൊക്കെ എനിക്ക് ദൈവം തന്ന ഒരു വരദാനം. അപ്പോൾ അത് ഞാൻ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അതിന് മുമ്പിലേക്ക് പൈസയെപ്പറ്റി ചിന്തിക്കാതെ എന്ത് ദൈവം തന്ന ഒരു അനുഗ്രഹ കലയെ നമുക്ക് പൈസ പിന്നിലിട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോരാടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ റബ്ബർ ടാപ്പിങ്ങിൽ നിന്ന് ഞാൻ അവിടെ കർണാടക സ്കൂൾ മാഷായി. സ്കൂൾ മാഷ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, വലിയ അങ്ങനെയല്ല. ചിത്രം വരെ പഠിപ്പിക്കാൻ അതിന് ലാംഗ്വേജ് വേണ്ട. മലയാളമോ കന്നഡമോ ഒന്നും അവിടെ വേണ്ടി വന്നില്ല. അത് ചിത്രം വരെ തന്നെയായിരുന്നു എൻ്റെ ലാംഗ്വേജ്. അങ്ങനെ അതിൽ നിന്ന് കുട്ടികൾ ആണ് എന്നെ കന്നഡ കുറേയെങ്കിലും ഈ രീതിയിൽ പറയാൻ പഠിപ്പിച്ചത്. എൻ്റെ അവിടുത്തെ സ്കൂൾ കുട്ടികളാണ്. ഒരുപാട് നന്ദിയുണ്ട് അതിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിള്ളേരെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ അഭിമുഖീകരിക്കുന്ന കണ്ട ശേഷം അവർക്കും അവരുടെ ഫാമിലിക്കും അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതിനുള്ളൊരു ഞാൻ വലിയൊരു ക്യാൻവാസ് കണ്ട സിനിമയാണ്. എന്തും നമുക്ക് ഉപയോഗിക്കാം. അതൊരു സമൂഹത്തിന് നല്ലതാവണം, ഉള്ള സമാജം കട്ടുവെക്കാൻ ഉദ്ദേശം എന്താ ഞാൻ ആ സിനിമ എടുത്തിന്. സോ നല്ലൊരു ഉദ്ദേശത്തോടെ ഞാൻ സിനിമ ചെയ്തിരിക്കുന്നു. മകൾ എന്ന് പേരിട്ട കന്നഡ സിനിമ ഫെബ്രുവരി 17-ന് കർണാടകയിലെ 20 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. സവിത ഫ്ലാവിയ, ശ്രീ മൗജറെ, അർപ്പിത, വിവേക് വിൻസെന്റ്, പയസ്, ധരണേന്ദ്രകുമാർ, സുന്ദര ഹെഗഡെ, ശ്രവണകുമാരി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സമൂഹത്തോടുള്ള പ്രതിബദ്ധത മാത്രമാകണം ഏതൊരു കലാകാരനെയും മുന്നോട്ട് നയിക്കേണ്ടതെന്ന് തോമസ് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ കയ്പും വിയർപ്പും കണ്ണീരുമെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് വ്യക്തം. ചിത്രം പ്രദർശനത്തിനൊരുങ്ങുമ്പോഴും തനിക്ക് താങ്ങും തണലുമായി നിന്ന ശ്രീ ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗഡെ, തളിപ്പറമ്പ് മൊട്ടമ്പൽ രാജൻ തുടങ്ങി എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ കലാകാരൻ. ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി MM സെയിൽസ് കോർപ്പറേഷൻ.